ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സി ഫീ. ഞാൻ ഫീത. ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് സ്പൈഡർ റോ സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ട് 5 ഡിവിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 അല്ലെങ്കിൽ 9 അങ്ങനെ ഓഡായിട്ട് വരുന്ന ഏത് നമ്പേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് സർക്കിളിൻ്റെ വലുപ്പവും കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യാനും എളുപ്പം ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ നിന്ന് ത്രെഡ് എടുത്തതിന് ശേഷം ഓരോ ലൈൻസിലേക്കും ഇതേപോലെ ജസ്റ്റ് ഒരു ബേസ് സ്റ്റിച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് മാക്സിമം ടൈറ്റായിട്ട് വരുന്ന രീതിയിൽ ഓരോ സ്റ്റിച്ചും ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോ ലൈനിലും ആ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ അടുത്ത ത്രെഡ് മേലേക്ക് എടുക്കുകയാണ്. ഈ എടുക്കുന്ന ത്രെഡ് നമുക്ക് ഒന്നെങ്കിൽ സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഡബിളായിട്ടോ ഒക്കെ എടുക്കാം. ഞാൻ ഇവിടെ 2 കളറിലുള്ള 2 ത്രെഡും ഡബിളായിട്ട് വരുന്ന രീതിയിൽ, അതായത് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് രണ്ടും കൂടെ 4 ത്രെഡ് വരുന്ന രീതിയിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വരുമ്പം കുറച്ചൊന്ന് നല്ല പഫി ആയിട്ട് നിൽക്കും, കാണാൻ വേണ്ടിയിട്ട്. കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, ചെയ്യാനും എളുപ്പമായിരിക്കും, പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൻ്റെ മേലെ കൂടെ എടുത്തിട്ട് അടുത്ത ലൈനിൻ്റെ താഴെ കൂടെ ഈ ഒരു പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചുറ്റും നമ്മളിങ്ങനെ സർക്കുലറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുൾ ചെയ്തിട്ട് ടൈറ്റ് ആക്കാതെ നമ്മൾ ചെറിയൊരു ലൂസായിട്ട് തന്നെ അത് വെക്കുന്നതാണ് നല്ലത്. എന്നാലേ ജസ്റ്റ് ഒരു പഫി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫീല് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് കിട്ടുള്ളൂ. വല്ലാണ്ട് വലിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഓരോ ലൈൻ്റെയും മേലെയും താഴെയും ആയിട്ട് ചുറ്റും ചെയ്തെടുക്കാം. ഞാനിതിൽ 2 ഷെയ്ഡിൻ്റെയും ത്രെഡ് ഒരുമിച്ച് ചെയ്യുന്നത് കാണാൻ ഭംഗിയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ കളർ വെച്ചിട്ടും ചെയ്യാം. ഇനി അതല്ല, ഒരു ത്രെഡിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന ത്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ പകുതി പോർഷൻ വരെ ഒരു കളർ ചെയ്തിട്ട് പിന്നെ വരുന്നത് വേറൊരു കളർ സ്വിച്ച് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഏത് രീതിയിലായാലും ഫിനിഷ് ചെയ്ത് വരുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഞാൻ ഇതിൻ്റെ ചുറ്റിലും ഇതേപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ത്രെഡ് തീർന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വീണ്ടും ത്രെഡ് എവിടെയാണോ നിർത്തിയിട്ടുള്ളത് അവിടുന്ന് തുടങ്ങിയിട്ട് ചുറ്റും ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ത്രെഡ് തീർന്നതുകൊണ്ട് ഞാൻ ആകെ 2 ത്രെഡ് മാത്രമാണ് ലാസ്റ്റ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ആ ലാസ്റ്റിലെ പോർഷൻ ഒരു 2 റൗണ്ടും കൂടെ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള സ്പൈഡർ റോ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ എൻഡ് റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.